ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഏദൻ തോട്ടത്തിന് നടുവിൽ ഒരു വീട്. ഇവിടേക്ക് എത്തുന്ന ഏതൊരാളും പറയും ഇവിടം സ്വർഗമാണെന്ന്. പത്തനംതിട്ട പുളിമുക്ക് സ്വദേശി ജോൺ ബാബുവാണ് 75-ലധികം ഫലവൃക്ഷങ്ങൾ വീടിന് ചുറ്റും നട്ടുപിടിപ്പിച്ചത്. പ്രകൃതി സ്വർഗം തീർക്കുന്ന കാഴ്ചകൾ കണ്ടുവരാം. നിറയെ പച്ചപ്പ്, വൃക്ഷങ്ങൾക്കിടയിലെത്തിയാലോ നല്ല കുളിർമ. പുറത്ത് നല്ല ചൂടാണ്, പക്ഷെ ആ ചൂടൊന്നും ഈ പരിസരത്ത് ഏശുന്നയില്ല. ഇടയ്ക്ക് ഇളം കാറ്റ്, ഇടയ്ക്ക് തണുപ്പ്. പ്രകൃതി ഇവിടെ മാത്രമായി എന്തോ മാന്ത്രികത പ്രകടിപ്പിക്കുമ്പോൾ പ്രവാസിയായിരുന്നു ജോൺ ബാബു. വീട് വയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഒരാഗ്രഹവും ഉറപ്പിച്ചു. വീടിന് ചുറ്റും നിറയെ മരങ്ങൾ വേണം. വീട് വെക്കും മുൻപേ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. വീട് പണി തീർന്നപ്പോൾ മരങ്ങളും വളർച്ചയിലെത്തി. നാടൻ വൃക്ഷങ്ങൾക്ക് പുറമെ ആപ്പിൾ, പാകിസ്ഥാൻ ലെമൺ, മുസംബി, പലതരം ഓറഞ്ചുകൾ, മിൽക്ക് ഫ്രൂട്ട്, മറ്റോവ, ബറാവ, കെപ്പൽ തുടങ്ങിയ വിദേശികളും തോട്ടത്തിലുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും ചെയ്യുന്നു. സുഗന്ധദ്രവ്യമായ ഊത് നിർമ്മിക്കുന്ന മരം തോട്ടത്തിലെ അപൂർവ ഇനങ്ങളിൽ ഒന്നാണ്. ഞാൻ വീട് വയ്ക്കുന്നതിനോട് അനുബന്ധിച്ച് തന്നെ അന്നേരം ആ സമയത്ത് തന്നെ ഈ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 75 ഐറ്റംസ് വെറൈറ്റി ഫലങ്ങളാണ്. പിന്നെ മരങ്ങളുണ്ട്, ഊതുമരമുണ്ട്, ചന്ദന മരമുണ്ട്, പിന്നെ പൂക്കൾ എല്ലാം വെറൈറ്റി ആയിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കും. കൃഷിയോടുള്ള പ്രകൃതിയോടുള്ള ഒരു സ്നേഹത്തിൽ വെച്ച് പിടിപ്പിച്ച ഈ പുരയിടത്തിലുള്ള വെള്ളം പോലും പുറത്തോട്ട് പോകുന്നില്ല. എല്ലാം ഭൂമിക്കടിയിലോട്ട് നമ്മൾ അവിടെ ഒരു കിണറുണ്ട്, കിണറിൻ്റെ അവിടോട്ട് വിടുകയാണ്. ഇപ്പം ഓടിൻ്റെ മേളിൽ വീഴുന്ന വെള്ളം നമ്മുടെ മഴവെള്ള സംഭരണി ശേഖരിക്കും. പ്രകൃതി തരുന്ന ഒന്നും ഇവിടെ പാഴാക്കാറില്ല. 1.5 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന മഴവെള്ള സംഭരണിയും നിർമ്മിച്ചിട്ടുണ്ട്. വീട്ടുപരിസരത്തും മട്ടുപ്പാവിലും പച്ചപ്പ് നിറഞ്ഞുവെങ്കിലും ഇനിയും കൃഷി വിപുലീകരിക്കണമെന്നാണ് ജോൺ ബാബുവിന്റെ ആഗ്രഹം. ജനം, പത്തനംതിട്ട.